പിന്നെ ഒരു കാര്യം, കേരളത്തിൽ ഇത്തവണ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശബരിമല വലിയൊരു വിഷയമാണ്. ഒന്ന്, അവിടെ നടന്ന സ്വർണ്ണക്കൊള്ള. രണ്ട്, അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ പൊടിച്ചത്. മൂന്ന്, കോടതിയുടെ ഭാഷയിൽ തന്നെ തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ ഒരു തന്ത്രിയെ പിടിച്ച് 40 ദിവസം ജയിലിലിട്ടത്. ഇത് ഇടതുപക്ഷത്തിന് വലിയ ബാധ്യതയാണ്. അത് മറികടക്കാൻ അവർക്ക് സാധ്യമല്ല. അതോടൊപ്പം ആരോഗ്യരംഗം കുത്തഴിഞ്ഞത്, വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞത് ഒക്കെ പോട്ടെ, മോഹൻലാലിൻ്റെ ആര്യൻ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ് ഇന്ന് കൊല്ലത്തുണ്ടായത്. ഓർമ്മയുണ്ടാവും, മോഹൻലാലിൻ്റെ ആര്യൻ സിനിമയിൽ ടാക്സിയിൽ ചേസ് ചെയ്ത് ടാക്സിയുടെ മുകളിലൂടെ ചാടി ഇറങ്ങി വെടിവെച്ച് കൊല്ലുന്നത്. അതുപോലെയാണ് ഇന്ന് കൊല്ലത്ത് നടന്നത്. പട്ടാപ്പകൽ നാഷണൽ ഹൈവേയിൽ വെച്ചിട്ടാണ് കുറച്ചു പേർ വേറൊരുത്തനെ കൊന്നത്. ഇവിടെ എന്ത് ക്രമസമാധാനം? നിങ്ങൾ എന്ത് ക്രമസമാധാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്? ഇത് യു പിയിലാണെങ്കിൽ ഇന്ന് ഈ നേരം കൊണ്ട് അവരെ എൻകൗണ്ടർ അടിച്ച് വെടിവെച്ച് കൊന്നിട്ടുണ്ടാവും. അറിയോ? ഈ മാഫിയ, കള്ളക്കടത്ത്, ഈ മയക്കുമരുന്ന് മാഫിയെ നിങ്ങൾ ഇനിയിപ്പോൾ ജയിലിലൊക്കെ പിടിച്ചിട്ട് അവർക്ക് ബിരിയാണി കൊടുത്ത് കൂട്ടും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ ഈ സ്വർണ്ണക്കടത്ത് കളവ് കേസിലെ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയ പോലെ ഇറങ്ങും. എന്നിട്ട് അടുത്ത കൊലപാതകം നടത്തും. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഒരു ക്രമസമാധാനവും ഇല്ല. പരാജയമാണ്, അമ്പേ പരാജയമാണ്. പിന്നെ വികസന പ്രവർത്തനം, നാഷണൽ ഹൈവേ 63,000 കോടി രൂപ, അതിൽ 58,000 കോടി രൂപയും കേന്ദ്രത്തിൻ്റെ, 7,000 കോടി രൂപ ചെലവഴിച്ച് 35 റെയിൽവേ സ്റ്റേഷൻ നന്നാക്കുന്നു. ജയിൽ പൈപ്പ് ലൈൻ കേന്ദ്രത്തിൻ്റെ, ജൽജീവൻ മിഷൻ 50% കേന്ദ്രത്തിൻ്റെ. കേന്ദ്ര സഹായമില്ലാതെ ഏത് പരിപാടി ഇവിടെ നടക്കുന്നത്? എന്ത് വികസന പ്രവർത്തനം നടക്കുന്നത്? നിങ്ങളിപ്പോൾ ആവാസ് യോജന നിങ്ങൾ വീട് കൊടുത്തു. നിങ്ങൾ 4 ലക്ഷം വീട് കൊടുത്തതിൽ ഗ്രാമീണ ആവാസ് യോജനയ്ക്ക് 72,000 രൂപയും നഗരത്തിലെ ആവാസ് യോജനയ്ക്ക് 1.5 ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ പൈസ ഇല്ലാത്ത ഒരു വികസന പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല. അതൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് സാധ്യവുമല്ല. അത് ആരോഗ്യ മേഖലയാവട്ടെ, എല്ലാം നിങ്ങളല്ലേ പറഞ്ഞത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നും കേന്ദ്രത്തിന് പേരിടില്ല. ഇപ്പം നിങ്ങൾ പേരിട്ടല്ലോ. കേന്ദ്രത്തിന്റെ പൈസ വാങ്ങി നിങ്ങൾ പേരിട്ടു. PM ശ്രീ വിദ്യാഭ്യാസ പദ്ധതിക്ക് നിങ്ങൾ തത്വത്തിൽ വേണ്ടാൻ തീരുമാനിച്ചു. തലയിൽ മുണ്ടിട്ട് ഡൽഹി പോയി ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് CPI-ക്കാർ ഉടക്കിയപ്പോൾ ഇപ്പോൾ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. ഇതൊന്നുമല്ല. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ നടക്കുന്ന വികസന പ്രവർത്തനം മാത്രമേ കേരളത്തിൽ നഗ്ന നേത്രം കൊണ്ട് കാണാനുള്ളൂ. മറ്റേതൊക്കെ ഡയലോഗിലുണ്ട്, പക്ഷേ യാഥാർത്ഥ്യത്തിൽ കാണാൻ. ഇവിടെ അരുൺകുമാർ കുറെ തമാശ പറഞ്ഞു. പവർ കട്ട് ഇല്ലാത്ത കേരളം. അരുൺകുമാറെ, ഇന്ന് കേരളത്തിൽ പവർ കട്ട് ഇല്ലാത്ത ഒരു സാഹചര്യം, കാര്യമായ പവർ കട്ട് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് കൂടംകുളത്തിനാണ്. ഓർമ്മയുണ്ടോ? കൂടംകുളം ആണവ നിലയത്തിൻ്റെ വൈദ്യുതി നിലയത്തിൻ്റെ ഊർജ്ജ നിലയത്തിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴേ കേരളത്തിൽ നിന്ന് ഒരാൾ കാറും വിളിച്ച് സമരം ചെയ്യാൻ പോയിരുന്നു. അങ്ങോരെ പേരെന്താ അറിയോ? ചിലപ്പോൾ താങ്കൾക്ക് അറിയും. VS അച്യുതാനന്ദൻ. കേരളത്തിൽ നിന്നും കാറും വിളിച്ച് തടയാൻ പോയതാ കൂടംകുളം. ഇന്ന് കേരളത്തിന് ഒരു വർഷം 266 മെഗാവാട്ട് വൈദ്യുതി കൂടംകുളത്തിന് വരുന്നുണ്ട്. എത്ര? 266 മെഗാവാട്ട്. അച്യുതാനന്ദന്റെ സമരം വിജയിച്ചിരുന്നെങ്കിൽ, കൂടംകുളം പദ്ധതി നിർത്തിവെച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ പവർ കട്ട് ഉണ്ടാവുമായിരുന്നു. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. പണ്ട് ട്രാക്ടറിനെ എതിർത്തു, 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ട്രാക്ടറിന്റെ ആളായി. പണ്ട് കമ്പ്യൂട്ടറിനെ എതിർത്തു, 20 കൊല്ലം കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടറിന്റെ ആളായി. ജയിലിനെയും നാഷണൽ ഹൈവേനെയും നെടുമ്പാശ്ശേരി എയർപോർട്ടിനെയും എതിർത്തു, 20 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ ആളായി. കൂടംകുളത്തെ സമരം ചെയ്യാൻ കാറും വിളിച്ചു പോയി. ഇപ്പൊ പവർ കട്ട് ഇല്ല എന്ന് പറയുന്നു. അവിടുന്ന് വരുന്ന 266 മെഗാവാട്ടിന്റെ ഗുണ ഇത് നീ ദേവി ഇതിങ്ങനെ പറയരുത്. പിന്നെ കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ മേന്മ അമേരിക്ക കടത്തിവെട്ടിന്ന്. അതെയോ? ഞാൻ ഈ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനം വെക്കി. ഇനി മേലാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ നേതാക്കന്മാരാരും അസുഖം വന്നാൽ അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോവില്ല, കേരളത്തിലെ ചികിത്സിക്കൂ എന്ന് പറ. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇവിടുത്തെ പൈസ വാങ്ങി കേന്ദ്രം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ആരാണ് ഈ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നത്? കേരളത്തിലെ 20 MP ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ MP നിർമ്മിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ. ചൈനയിൽ നാൾ വന്നിട്ടുണ്ടാക്കുന്നതല്ല കേന്ദ്ര സർക്കാർ. അത് നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥയാണ്. ഇൻകം ടാക്സ് പിരിക്കാനുള്ള അവകാശം കേന്ദ്രത്തിന് കൊടുത്തത് അടൽ ബിഹാരി വാജ്പേയിയോ നരേന്ദ്രമോദിയോ അല്ല, ഭരണഘടനാ ശില്പികളാ. GST ഇനത്തിൽ ഇന്ന് ഒരു ഭാഗം വെക്കുന്നുണ്ടെങ്കിൽ അത് GST കൗൺസിലെ ഐക്യകണ്ഠേന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല. അത് ഈ നാട്ടിലെ വ്യവസ്ഥയാണ്. ഇവിടുത്തെ MP തെരഞ്ഞെടുക്കുന്നതാണ്. ഇവിടത്തെയും കൂടി MP പോയി തെരഞ്ഞെടുക്കുന്നതാ കേന്ദ്രം. പിന്നെ എന്ത് കൊടുത്തു? 1,33,000 കോടി രൂപയാണ് കേരളത്തിൽ മുദ്രാ ലോൺ ഇനത്തിൽ കൊടുത്തത്. 1,33,000 കോടി രൂപ 65,000 ആളുകൾക്ക് കേരളത്തിൽ മുദ്രാ ലോൺ കൊടുത്തു ഈ നാഷണലൈസ്ഡ് ബാങ്കുകൾ. ഇനി ഒരു ഗഡു കിസാൻ സമ്മാൻ നിധി വന്നാൽ കേരളത്തിലേക്ക് ഒഴുകുന്നത് 780 കോടിയാണ്, 780 crore. ഒരു വർഷം വരുന്നത് 2,300 കോടിയാണ്. ഇവിടെ അന്ത്യോദയ അന്ന യോജനയുണ്ട്. നിങ്ങൾ പറഞ്ഞില്ല അതിദരിദ്രരില്ലാന്ന്. 5,88,000 മഞ്ഞക്കാർഡുകാരുണ്ട്. നീതി ആയോഗിന്റെ കണക്കിൽ അവർക്ക് ഒരു മാസം 35 കിലോ അരി സൗജന്യമായി കേന്ദ്രം കൊടുക്കുന്നുണ്ട്. ഒരു 5,88,000 മഞ്ഞക്കാർഡുകാർ, അവർ അതിദരിദ്രർ. അതുകൊണ്ടാണ് അന്ത്യോദയ അന്ന യോജന കൊടുക്കുന്നത്. 29 ലക്ഷം പിങ്ക് റോസ് കാർഡുകാരുണ്ട്. അവർക്ക് ആളൊന്നിന് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും 1 കിലോ പയർവർഗ്ഗവും കൊടുക്കുന്നുണ്ട്. അതും കേന്ദ്രം കൊടുക്കുന്നതാണ്.
കേന്ദ്ര സർക്കാർ 35 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുക്കുന്നു. 35 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ്. കാരുണ്യ 30,000 രൂപയായിരുന്നു. 30,000 രൂപയും കൊണ്ട് സ്വകാര്യ ആശുപത്രി പോയിട്ട് എന്തോ ചെയ്യാനാ? അത് 5 ലക്ഷമാക്കിയത് നരേന്ദ്രമോദിയാണ്. വയോവന്ദൻ ആയുഷ്മാൻ പദ്ധതി 70 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രത്യേകം 5 ലക്ഷം രൂപ നടപ്പിലാക്കാത്ത സംസ്ഥാന കേരളം. നടപ്പിലാക്കാത്ത സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ മനസ്സിലാക്കണം. 8 ലക്ഷം അമ്മമാർക്കാണ് മാതൃവന്ദനം പദ്ധതി പ്രകാരം പ്രസവാനുകൂല്യം കൊടുത്ത്. ഇതൊക്കെ കേന്ദ്രം കൊടുക്കുന്നതാ. ഇത് ഇവിടുന്ന് പിരിപ്പിച്ചുകൊണ്ടുവന്ന പൈസയ്ക്ക് പകരം കൊടുക്കുന്നതാ. ഇതൊന്നും അവിടെ പണ്ട് UPA സർക്കാരിന്റെ കാലത്ത് 4 കൊല്ലം നിങ്ങൾ താങ്ങിയപ്പോ എത്ര ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത്? 12 ലക്ഷം കോടി രൂപയുടെ. എന്ത് കിട്ടി കേരളത്തിന്? ഇന്ന് 40 തീവണ്ടിയാ കിട്ടിയത്. കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് 40 തീവണ്ടി കേരളത്തിന് ഈ UPA ഭരിച്ചപ്പോൾ കിട്ടിയത് 3 മനസ്സിലാക്കണം. നിങ്ങൾ സഹായിച്ചു കൊടുത്ത സമയത്ത് അന്ന് 9 മന്ത്രിമാരുണ്ടായിരുന്നു, 29 MP പിന്തുണച്ചു. പക്ഷേ കേരളത്തിന് ഒന്നും കിട്ടിയില്ല. ഇന്ന് 1 MP ഉള്ളൂ. പക്ഷേ കേരളത്തിന് ഈ ചരിത്രത്തിലില്ലാത്ത നേട്ടമാണ്, പ്രത്യേകിച്ച് റെയിൽവേ മേഖലയിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം.